മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരിഹാസ സ്വഭാവമുള്ള വിമർശനം. തെരുവുനായ കേസിൽ മൃഗസ്നേഹികളുടെ വാദത്തിനിടെയായിരുന്നു പരാമർശം. 20 ദിവസത്തിനിടെ 2 ഹൈക്കോടതി ജഡ്ജിമാർ തെരുവുനായ ആക്രമണത്തിനിരയായി. നായകടി മാത്രമല്ല നായകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങളും ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ദേശീയപാതയിൽ നിന്ന് നായകളെ മാറ്റുന്നതിൽ ദേശീയപാത അതോറിറ്റിയും മൃഗക്ഷേമ ബോർഡും നടപടിക്രമങ്ങൾ രൂപീകരിച്ചുവെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. ധനസുമോദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, കോടതി എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഇന്ന് കേട്ടത്, പ്രതികരിച്ചത്? നിഷാദ്, സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹാജരായിരിക്കുന്നത് പാർട്ടി പേഴ്സണായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റീഫനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് സുപ്രീം കോടതിയിൽ ഹാജരായതിനു ശേഷം അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഹാജരായിക്കൊണ്ട് വർക്കലയിൽ പട്ടികടിയേറ്റ ഒരാളുടെ മുഖത്തിൻ്റെ ചിത്രമാണ് ഉയർത്തിക്കാട്ടിയത്. മാത്രമല്ല, ഈ പട്ടികടിയേറ്റ ചില അഭിഭാഷകർ കൂടി അവരുടെ മക്കൾക്ക് പട്ടികടിയേറ്റു എന്നുള്ളൊരു കാര്യം, നായ്ക്കടിയേറ്റു എന്ന് പറഞ്ഞ് ഹാജരായിരുന്നു. ഇതുകൂടാതെ ഈ മറ്റു രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജഡ്ജിമാർക്ക് പോലും കോടതി വളപ്പിലും നായകളുടെ കടിയേറ്റു എന്നുള്ളൊരു കാര്യമാണ് കോടതി തന്നെ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ സുപ്രീം കോടതിയിൽ മൃഗസ്നേഹികൾക്ക് ഹാജരായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബിൽ തുടങ്ങിയ ആളുകൾ, കെ വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന അഭിഭാഷകരാണ്. അവർ വാദിക്കുന്നത് നിയമമനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഏതെങ്കിലും നായകൾ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ നായ്ക്കളെ എല്ലാം കൂട്ടത്തോടെ ഒരു സെൻറ്ററിലേക്ക് മാറ്റുക ഒരു ശരിയായ കാര്യമല്ല. കാരണം നിയമം അതിനെ അനുശാസിക്കുന്നില്ല. അപകടകാരികളായ നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം ചെയ്തതിനു ശേഷം എവിടെയാണോ പിടികൂടിയത് അവിടെ തന്നെ അവരെ കൊണ്ട് ഇറക്കി വിടണം എന്നാണ് നിയമത്തിൽ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ മുതിർന്ന അഭിഭാഷകർ വാദിക്കുന്നത്. ഈ സമയത്താണ് പരിഹാസത്തോടെ സുപ്രീം കോടതി തന്നെ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇനി കടിക്കരുത് എന്ന് നായ്ക്കൾക്ക് കൗൺസിൽ കൊടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഇപ്പോഴും വാദം സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.